ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 11. ഒരിക്കൽ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ ഒരാൾ വന്ന്, "കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം" എന്ന് അപേക്ഷിച്ചു. യേശു അവരോട് പറഞ്ഞത്, "നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഓരോ ദിവസവും തരണമേ, ഞങ്ങളോട് കടംപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നതിനാൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കരുതേ, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ." പിന്നെ യേശു അവരോട്, "നിങ്ങളിൽ ഒരാൾക്ക് ഒരു സ്നേഹിതൻ ഉണ്ടെന്ന് കരുതുക. അർദ്ധരാത്രിയിൽ ആ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന്, 'സ്നേഹിതാ, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല' എന്ന് പറയുമ്പോൾ, "അകത്തുനിന്നും എന്നെ ശല്യപ്പെടുത്തരുത്, വാതിൽ അടച്ചിരിക്കുന്നു, കുട്ടികളും എന്നോടൊപ്പം കിടക്കുന്നു, എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും എടുത്തു തരാൻ എനിക്ക് സാധ്യമല്ല" എന്ന് പറഞ്ഞാലും, അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് ഒന്നും കൊടുത്തില്ലെങ്കിലും അയാളുടെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അയാൾക്ക് വേണ്ടുവോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കപ്പെടും. ചോദിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മത്സ്യം ചോദിച്ചാൽ മത്സ്യത്തിന് പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുക? അങ്ങനെയെങ്കിൽ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. അനന്തരം യേശു സംസാരശേഷിയില്ലാത്ത ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം പുറത്തു പോയപ്പോൾ ഊമനായ ആ മനുഷ്യൻ സംസാരിച്ചു. ഇത് കണ്ട് ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ടു. എന്നാൽ അവരിൽ ചിലർ, "ഭൂതങ്ങളുടെ അധിപനായ ബേൽസെബൂലിനെ കൊണ്ടാണ് അദ്ദേഹം ഭൂതാത്മാക്കളെ പുറത്താക്കുന്നത്" എന്ന് പറഞ്ഞു. മറ്റു ചിലർ യേശുവിനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നും ഒരടയാളം കാണിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവരുടെ ചിന്തകൾ മനസ്സിലാക്കി അവിടുന്ന് അവരോട്, "അന്തഃഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും. സ്വയം ഭിന്നിച്ചിരിക്കുന്ന ഏതൊരു കുടുംബവും തകർന്നു വീഴും. സാത്താൻ തനിക്ക് തന്നെ വിരോധമായി പ്രവർത്തിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിൽക്കും? ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതാത്മാക്കളെ പുറത്താക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത്? അതിനാൽ അവർ തന്നെ നിങ്ങളുടെ വിധികർത്താക്കൾ ആകും. എന്നാൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഞാൻ ഭൂതാത്മാക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കരുത്തനായ ഒരു മനുഷ്യൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരം സംരക്ഷിക്കുമ്പോൾ അവൻ്റെ സമ്പാദ്യം സ്വസ്ഥമായിരിക്കും. എന്നാൽ തന്നിലും ശക്തനായ ഒരു മനുഷ്യൻ അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അയാൾ ആശ്രയിച്ചിരുന്ന അയാളുടെ മുഴുവൻ ആയുധങ്ങളും കൈക്കലാക്കുകയും കൊള്ള മുതൽ വീതിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ചേരാത്തവൻ ചിതറിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ കൂടി ഒരു വിശ്രമസ്ഥലം തേടി അലയുന്നു, കണ്ടെത്തുന്നതുമില്ല. അപ്പോൾ അത്, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയുന്നു. മടങ്ങിച്ചെല്ലുമ്പോൾ ആ വീട് അടിച്ചുവാരി ഒരുക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ അത് പോയി തന്നെക്കാൾ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടി അവിടെ കയറി താമസിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട്, "അങ്ങയെ വഹിച്ച ഉദരവും പാലൂട്ടിയ സ്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവ" എന്ന് പറഞ്ഞു. അപ്പോൾ യേശു, "അല്ല, മറിച്ച് ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ" എന്ന് പറയുന്നു. ജനം വീണ്ടും തിങ്ങിക്കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞത്, "ഇത് ദുഷ്ടതയുള്ള തലമുറയാണ്. അത് അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ
മറ്റൊരടയാളവും അവർക്ക് നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് ഒരടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആയിരിക്കും. തെക്കേ ദേശത്തിലെ രാജ്ഞി ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് ന്യായവിധി ദിവസത്തിൽ അവരെ കുറ്റം വിധിക്കും. കാരണം ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ അവൾ ഭൂമിയുടെ വിദൂരതകളിൽ നിന്നും വന്നല്ലോ. എന്നാൽ ഇവിടെ ഇതാ ശലോമോനിലും ശ്രേഷ്ഠനായവൻ ഉണ്ട്. നിനവെ നിവാസികൾ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് ന്യായവിധി ദിവസത്തിൽ ഇതിനെ കുറ്റം വിധിക്കും. കാരണം നിനവെ നിവാസികൾ യോനയുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചല്ലോ. എന്നാൽ ഇവിടെ ഇതാ യോനയിലും ശ്രേഷ്ഠനായവൻ ഉണ്ട്. ആരും വിളക്ക് കൊളുത്തിയിട്ട് നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. പകരം അകത്ത് പ്രവേശിക്കുന്നവർക്ക് പ്രകാശം കാണേണ്ടതിന് വിളക്ക് കാലിന്മേലാണ് വയ്ക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നിന്റെ കണ്ണ് നന്നായിരിക്കുന്നുവെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. എന്നാൽ അത് ദൂഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുൾ നിറഞ്ഞതായിരിക്കും. അതിനാൽ നിന്നിലുള്ള പ്രകാശം ഇരുണ്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. അതുകൊണ്ട് ശരീരം മുഴുവനും ഒട്ടും ഇരുട്ടില്ലാതെ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ ഒരു വിളക്കിൻ്റെ ശോഭ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരീശൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു ചെന്നു ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധീകരിക്കാത്തത് കണ്ട് ആ പരീശൻ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ കർത്താവ് അയാളോട്, പരീശന്മാരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം വൃത്തിയാക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങളുടെ അകത്തുള്ളത് ദാനം ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് സകലവും ശുദ്ധിയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ പുതിന, ചീര എന്നിവയുടെയും മറ്റെല്ലാ സസ്യങ്ങളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ നീതിയും ദൈവസ്നേഹവും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റേത് അവഗണിക്കുകയും അരുത്. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! സിനഗോഗുകളിൽ മുഖ്യ ഇരിപ്പിടങ്ങളും അങ്ങാടിയിൽ വന്ദനവും ലഭിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ മറഞ്ഞു കിടക്കുന്ന ശവക്കല്ലറകൾ പോലെയാണ്. മനുഷ്യർ അറിയാതെ അവയുടെ മീതെ നടന്നു പോകുന്നു. അപ്പോൾ നിയമപണ്ഡിതന്മാരിൽ ഒരാൾ യേശുവിനോട്, ഗുരു, ഇങ്ങനെ സംസാരിക്കുന്നതിനാൽ അങ്ങ് ഞങ്ങളെയും ആക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിന് യേശു, നിയമപണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! സഹിക്കാനാവാത്ത ചുമടുകൾ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകൾ തൊടുന്നില്ല. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞ പ്രവാചകന്മാരുടെ ശവക്കല്ലറകളെ നിങ്ങൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്മാരെ കൊന്നത് അവരാണ്, നിങ്ങളോ അവരുടെ കല്ലറകളെ പണിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുത്തേക്ക് അയക്കും. അവരിൽ ചിലരെ അവർ കൊല്ലുകയും മറ്റു ചിലരെ അവർ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ഹാബേലിൻ്റെ രക്തം മുതൽ യാഗപീഠത്തിനും ആലയത്തിനും മധ്യേ കൊല്ലപ്പെട്ട സഖറിയാവിൻ്റെ രക്തം വരെ ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ കുറ്റം ഏൽക്കേണ്ടി വരും. അതെ, ഈ തലമുറ അതിനെല്ലാം ഉത്തരവാദിയായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമ പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! പരിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നല്ലോ. നിങ്ങൾ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കുന്നവരെ തടയുകയും ചെയ്തിരിക്കുന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ വേദശാസ്ത്രികളും പരീശന്മാരും യേശുവിനെ കഠിനമായി എതിർക്കാനും പലതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ച് വാക്കിൽ പിടിക്കാനും നോക്കിത്തുടങ്ങി.